ഇലക്ട്രിക് വാഹനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നൽകിയിരുന്ന ഫെയിം 2 സബ്സിഡി നിർത്തലാക്കിയതിനു ശേഷം 2024 ഏപ്രിൽ മാസത്തിൽ എല്ലാ ഇലക്ട്രിക് വാഹന ബ്രാൻഡുകളുടെയും വിൽപ്പന കുത്തനെ താഴേക്കായിരുന്നു പോയിരുന്നത്. ഇതിൽ നിന്നും കുറച്ചെങ്കിലും മെച്ചമുണ്ടാക്കിയ ഒരു മാസമാണ് 2024 മെയ് മാസം. 2024 മെയ് മാസത്തിൽ ഇന്ത്യയിൽ വിൽപ്പന നടത്തിയ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ഈ വീഡിയോയിലൂടെ നമുക്ക് പെട്ടെന്ന് നോക്കാം. കേന്ദ്ര സർക്കാരിൻ്റെ ഫെയിം 2 സബ്സിഡി നിർത്തലാക്കിയതിനു ശേഷമുള്ള ഫെയിം 3 സബ്സിഡി ഉടൻ തന്നെ നിലവിൽ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എങ്കിലും സബ്സിഡി അവസാനിച്ചതിന് ശേഷം മിക്ക ബ്രാൻഡുകളും മികച്ച ഓഫറുകൾ പ്രഖ്യാപിച്ചതിനാൽ ഇലക്ട്രിക് വാഹന വിപണിയെ പിടിച്ചു നിർത്താൻ ഇത് സഹായിച്ചിട്ടുണ്ട്. 2024 മെയ് മാസത്തിൽ ഇന്ത്യയിൽ മൊത്തം വിറ്റ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ കണക്ക് നോക്കുമ്പോൾ ആദ്യത്തെ 10 സ്ഥാനങ്ങളിൽ 10ാം സ്ഥാനത്ത് നിൽക്കുന്നത് 519 യൂണിറ്റ് ഇലക്ട്രിക് സ്കൂട്ടറുകൾ വിൽപ്പന നടത്തിയ ഒക്കായ EVയാണ്. 687 യൂണിറ്റ് ഇലക്ട്രിക് 2 വീലറുകൾ വിൽപ്പന നടത്തിയ റിവോൾട്ട് ഇൻ്റലികോർപ്പ് 9ാം സ്ഥാനത്ത് നിൽക്കുന്നു. കഴിഞ്ഞ മാസം ഈ ലിസ്റ്റിൽ 10ാം സ്ഥാനത്തുണ്ടായിരുന്ന ബിഗോസ് ഓട്ടോസ് 1158 യൂണിറ്റ് ഇലക്ട്രിക് സ്കൂട്ടറുകൾ വിൽപ്പന നടത്തിക്കൊണ്ട് മെയ് മാസത്തെ ലിസ്റ്റിൽ 8ാം സ്ഥാനത്താണ്. മെയ് മാസത്തെ വിൽപ്പനയിൽ 38% വളർച്ചയാണ് ബിഗോസിനുണ്ടായിട്ടുള്ളത്. ലിസ്റ്റിൽ 7ാം സ്ഥാനത്ത് നിൽക്കുന്നത് ജോയ് ഇ-ബൈക്സ് എന്ന പേരിൽ 1261 യൂണിറ്റ് ഇലക്ട്രിക് 2 വീലറുകൾ വിൽപ്പന നടത്തിയ വാർഡ് വിസാർഡ് ഇന്നവേഷൻസ് ആണ്. മെയ് മാസത്തെ വിൽപ്പനയിൽ ഇവർക്ക് 4% വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ലിസ്റ്റിൽ 6ാം സ്ഥാനത്ത് നിൽക്കുന്നത് 2056 യൂണിറ്റ് ഇലക്ട്രിക് സ്കൂട്ടറുകൾ വിൽപ്പന നടത്തിയ ഗ്രൂസ് ഇലക്ട്രിക് ആണ്. ഗ്രൂസ് ഇലക്ട്രിക്സിന് മെയ് മാസത്തെ വിൽപ്പനയിൽ 31% ഇടിവാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ലിസ്റ്റിൽ 5ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഹീറോ മോട്ടോകോർപ്പാണ്. 2435 യൂണിറ്റ് വിഡ സ്കൂട്ടറുകൾ വിൽപ്പന നടത്തിയ ഹീറോ മോട്ടോകോർപ്പ് 61% മികച്ചൊരു വളർച്ചയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഈ ലിസ്റ്റിൽ 4ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഏതർ എനർജീസ് ആണ്. മെയ് മാസത്തിൽ 6024 യൂണിറ്റ് ഇലക്ട്രിക് സ്കൂട്ടറുകൾ വിൽപ്പന നടത്തിയ ഏതർ എനർജീസിന് 32% വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. ലിസ്റ്റിൽ 3ാം സ്ഥാനത്ത് നിൽക്കുന്നത് ബജാജ് ഓട്ടോസ് ആണ്. 9189 യൂണിറ്റ് ചേതക് സ്കൂട്ടറുകൾ വിൽപ്പന നടത്തിയ ബജാജിന് മെയ് മാസത്തിൽ 18% വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. TVS മോട്ടോഴ്സ് ലിസ്റ്റിൽ 2ാം സ്ഥാനത്ത് തന്നെ തുടരുന്നുണ്ട്. 11737 യൂണിറ്റ് iQube സ്കൂട്ടറുകൾ വിൽപ്പന നടത്തിയ TVSന് 34% വളർച്ചയാണ് മെയ് മാസത്തിൽ ഉണ്ടായത്. ഓല ഒരുപാട് കാലമായി തുടരുന്ന പോലെ തന്നെ ഈ മാസവും ലിസ്റ്റിൽ 1ാം സ്ഥാനത്ത് തന്നെയാണ്. 24400 യൂണിറ്റ് ഇലക്ട്രിക് സ്കൂട്ടറുകൾ വിൽപ്പന നടത്തിയ ഓലയ്ക്ക് പക്ഷേ 35% ഇടിവാണ് മെയ് മാസത്തെ വിൽപ്പനയിൽ ഉണ്ടായിട്ടുള്ളത്. ആദ്യത്തെ 5 സ്ഥാനങ്ങളിൽ കൺസിസ്റ്റൻ്റായി തുടരുന്ന ബ്രാൻഡുകളുടെ വിൽപ്പനയുടെ ഗ്രാഫ് ഇങ്ങനെയാണ് വരുന്നത്. ഫെയിം 3 സബ്സിഡി അവസാനിച്ച മാർച്ച് മാസത്തിന് ശേഷം എല്ലാ ബ്രാൻഡുകളും വിൽപ്പനയിൽ കൂപ്പുകുത്തിയപ്പോൾ മെയ് മാസത്തെ വിൽപ്പനയിൽ നേരിയ പുരോഗതി ഉണ്ടാക്കാൻ എല്ലാ ബ്രാൻഡുകൾക്കും കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതായി കേന്ദ്ര സർക്കാരിൻ്റെ ഫെയിം 3 സബ്സിഡി നിലവിൽ വരുമെന്നും അത് നിലവിലുണ്ടായിരുന്ന ഫെയിം 2 സബ്സിഡിക്ക് സമാനമായിരിക്കുമെന്നുമാണ് കരുതുന്നത്. മിക്ക ബ്രാൻഡുകളും ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഓഫറുകൾ തുടരുകയും അതിനൊപ്പം ഫെയിം 3 സബ്സിഡി നിലവിൽ വരികയും ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രിക് വാഹന വിൽപ്പനയിൽ മറ്റൊരു കുതിച്ചുചാട്ടം തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്.